നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മല്ലിയില ചട്നിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ മല്ലിയില ചട്നി. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 6 തക്കാളി, 5 പച്ചമുളക്, ഒരു 10-20 അല്ലി വെളുത്തുള്ളി, ഇതൊക്കെയാണ് ഇതിനാവശ്യമായി വേണ്ടത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ മല്ലിയില നമ്മുടെ ആവശ്യത്തിനെടുക്കാം. എത്രത്തോളം എടുക്കുന്നോ അത്രയധികം ടേസ്റ്റ് നമുക്കിതിന് കൂട്ടാൻ കഴിയും. ചിലർക്ക് ഇതിൻ്റെ കൊത്ത് ഇഷ്ടപ്പെടത്തില്ല. എന്തായാലും നമുക്കിത് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടാണ് ഇത് വേവിക്കുന്നത്. അതിനായി 2 വിസിൽ വേണം കുക്കറിലിട്ട് വേവിക്കുന്നതിന്. അരിഞ്ഞു വെച്ച സാധനങ്ങൾ നമുക്ക് കുക്കറിലേക്കിടാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. തക്കാളിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും, എന്നാലും ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് അത് അടുപ്പത്ത് വെച്ച് 2 വിസിലടിക്കുന്നവരെ കാത്തു വയ്ക്കാം. അത് അടിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിന്നിവിടെ ഉപയോഗിക്കുന്നത് കടുകെണ്ണയിലാണ്. നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം എണ്ണ ചൂടായതിന് ശേഷം ഒരു സ്പൂണോളം ഉലുവ ചേർക്കാം. 1 സ്പൂണെന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, കയ്പൊന്നുമില്ല കേട്ടോ. അത് ചൂടായതിന് ശേഷം പെട്ടെന്ന് തന്നെ 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് നല്ല സിമ്മിലിട്ടിട്ട് വേണം പൊടികളിടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതിനുശേഷം മല്ലിയില, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില ചേർത്ത് വഴറ്റുക. മല്ലിയില നന്നായി വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചതിൻ്റെ വെള്ളം കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് വറ്റിച്ച് ബാക്കി തക്കാളിയും ഇട്ട് ഇളക്കുക. പിന്നെ ഈ വെള്ളം നന്നായി വറ്റണം. നന്നായി വറ്റി കുറുകി വരുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. അങ്ങനെ നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് വറ്റിച്ചെടുക്കണം. ഉപ്പ് പോരാങ്കിൽ അത് ആഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന്